എവ്രി വൺ. ഇന്ന് നമ്മളൊരു സ്മോൾ ടിപ്പ് സീരീസ് എന്ന് പറയുന്നൊരു ഇത് തുടങ്ങുകയാണ്. ഒരു സ്മോൾ വീഡിയോസ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചെറിയ ചെറിയ സംശയങ്ങളും മിത്തുകളും ഒക്കെ, നമുക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവില്ല. അതെപ്പോഴും നമുക്ക് ഒരു ഡോക്ടർ അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല ചോദിക്കാൻ. അങ്ങനെയുള്ള ടിപ്സിന് ഉള്ള ഒരു സീരീസാണിത്. സോ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുകയാണ്. ഫസ്റ്റ് സ്മോൾ ടിപ്പ് സീരീസിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നവജാത ശിശുക്കൾ രാത്രി കൂടുതൽ കരയുന്നതും രാവിലെ കൂടുതൽ ഉറങ്ങുന്നതുമായിട്ട് കാണാറുണ്ട്. സാധാരണ അത് അമ്മമാർക്കും വീട്ടിലുള്ളവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളുടെ സൈക്കിൾ നേരെ തിരിച്ചാണ്. നമ്മൾ പകൽ എണീറ്റിരിക്കും, രാത്രി ഉറങ്ങുമല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ പകൽ കുട്ടിക്ക് കൂടുതൽ പാല് കൊടുക്കാൻ നോക്കുമ്പോൾ കുട്ടി ഉറങ്ങിപ്പോവാണ്. രാത്രി നമ്മൾ ഉറങ്ങിപ്പോവാണ്, കുട്ടിക്ക് അത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സമയത്ത് കുട്ടി വല്ലാണ്ട് കരഞ്ഞ് നമ്മുടെ ഉറക്കം പോവാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഗർഭപാത്രത്തിലാവുന്ന സമയത്ത് കുഞ്ഞിൻ്റെ സൈക്കിള് നേരെ തിരിഞ്ഞാണ് ഇരിക്കുന്നത്. രാത്രി കുഞ്ഞ് ഉണർന്നിരിക്കും, പകൽ കുഞ്ഞ് ഉറങ്ങും. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് അത് മാറി സൈക്കാഡിയൻ റിതം ഫോം ചെയ്യാനായിട്ട് 1-2 മാസം എന്തായാലും എടുക്കും. അപ്പോൾ ആ ഒരു കാലയളവിൽ നിങ്ങളുടെ കുഞ്ഞ് പകൽ കൂടുതൽ ഉറങ്ങുകയും രാത്രി കൂടുതൽ ഉണർന്നിരിക്കുകയും കരയുകയും കളിക്കുകയും ഒക്കെ ചെയ്യും. അത് വളരെ നോർമലായൊരു കാര്യമാണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത്, അതേമാതിരി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഉറക്കം ഭയങ്കര കുറവായിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെച്ച്, റിലേറ്റീവ്സോ ഇല്ലെങ്കിൽ അച്ഛൻ അല്ല അമ്മയാണ്, നമ്മുടെ അമ്മയാണ്, ഇല്ല റിലേറ്റീവ്സ് ആരെങ്കിലും ആണ് നമ്മളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നത് എങ്കിൽ അവർ കുഞ്ഞിന് പലടയിൽ പാല് കൊടുക്കുന്നതും സഹായകമായിരിക്കും. ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.